അവൻ്റെ ആ മറുപടിയിൽ അവൾ പൊട്ടിച്ചിരിച്ചു. കുപ്പിവളക്കിലുങ്ങും പോലെയുള്ള അവളുടെ പുഞ്ചിരി കേൾക്കെ ചിരിയോടെ അവൻ കണ്ണുകൾ അടച്ചു. തൻ്റെ ജീവിതത്തിലേക്ക് പുതിയൊരു വസന്തം കടന്നു വരുന്നത് സന്തോഷത്തോടെ സഞ്ജയ് അറിഞ്ഞു. തൻ്റെ മനസ്സിലെ അനുരാഗജതികൾക്ക് ശ്രുതി ചേരും പോലെ തൻ്റെ പെണ്ണ് തൻ്റെ സ്വന്തമെന്ന് അവകാശപ്പെടാൻ സാധിക്കുന്ന ഒരുവൾ, നിലവിലും നിദ്രയിലും തന്നെ ഓമനിക്കുന്നവൾ, അവൻ ചിന്തിച്ചു. സംസാരിക്കുമ്പോഴൊക്കെ സാർ കുറച്ച് ഫോർമലാണല്ലേ? ഞാൻ അങ്ങനെയാ ശ്രുതി. പണ്ടേ കുറച്ച് ഉൾവലിഞ്ഞ പ്രകൃതമായിരുന്നു. ആരോടും അങ്ങനെ ഒരുപാട് അടുത്ത് ഇടപഴകിയിട്ടൊന്നുമില്ല. വീട്ടിലാണെങ്കിലും ഞാൻ ഒറ്റക്കല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മ പോയൊരു കൊച്ചു പയ്യൻ ഒരുപാട് ഒറ്റപ്പെടലും വേദനയും ഒക്കെ അനുഭവിച്ചല്ലോ. പിന്നെ പഠനകാലം അത് മുഴുവൻ വിദേശത്ത്. അങ്ങനെ കുറച്ച് ഉൾവലിഞ്ഞ പ്രകൃതമായി പോയി. എല്ലാവരോടും സംസാരിക്കുമ്പോൾ ഒരു ഫോർമൽ ടച്ച് വരും, അവൻ പറഞ്ഞു. നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ അത് വേണ്ടാട്ടോ, എനിക്കത് ഇഷ്ടമല്ല. സാർ എന്നോട് സംസാരിക്കുമ്പോൾ ഒട്ടും ഫോർമൽ ആവേണ്ട. ഇതിപ്പോൾ എനിക്ക് പരിചയമുള്ള ഓഫീസിലെ ബോസ് സംസാരിക്കുന്നത് പോലെ എന്നല്ലേ എനിക്ക് തോന്നുന്നു. എനിക്ക് വേണ്ടത് എന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, എന്നെ ചേർത്ത് പിടിക്കുന്ന, ഞാൻ മാത്രം മനസ്സിലുള്ള ആ സഞ്ജയയാണ്. ഇങ്ങനെ ഫോർമലായ ഒരു അകലം തോന്നും. ഞാൻ എൻ്റെ ബോസിനോട് തന്നെയാണ് സംസാരിക്കുന്നത് എന്നുള്ളൊരു ഫീല് വരും. അപ്പോൾ പിന്നെ എനിക്ക് സാറിനോട് സംസാരിക്കാൻ ആകെപ്പാടൊരു മടിയാകും. പതിയെ അത് മാറുമായിരിക്കും, അല്ലേ നമുക്ക് മാറ്റിയെടുക്കാം. കുസൃതിയോടെ അവൾ പറഞ്ഞപ്പോൾ അവൻ്റെ പതിഞ്ഞ ചിരി അവൾക്ക് കേൾക്കാമായിരുന്നു. താൻ ഞാൻ കരുതിയതുപോലെ അല്ലല്ലോ, താൻ അല്പം പൈങ്കിളിയാണല്ലേ? അവൻ ചോദിച്ചപ്പോൾ അവനെ ഏറെ ഇഷ്ടപ്പെടുത്തിയ കുപ്പിവളക്കിലുങ്ങും പോലെയുള്ള ചിരി വീണ്ടും അവൻ്റെ കാതിൽ പ്രതിധ്വനിച്ചു. പ്രണയം അല്പം പൈങ്കിളിയല്ലേ സാറേ? കാലങ്ങളായുള്ള പ്രണയത്തെക്കുറിച്ച് പറയുന്ന ഒരു ക്ലീഷേ ഡയലോഗാണ്. എങ്കിലും സംഭവം സത്യമാണ്. പ്രണയം എന്ന് പറഞ്ഞ കുറച്ച് പൈങ്കിളിയാണെന്ന് സാറിന് അറിയില്ലേ? ആവോ, എനിക്കറിയില്ല. തന്നോട് ഇഷ്ടമുണ്ടായ സമയത്ത് അതെന്താണെന്ന് വിവരിച്ചെടുക്കാൻ പോലും എനിക്കൊരുപാട് സമയമെടുത്തു, അവൻ തെല്ലും മടിയോടെ പറഞ്ഞു. അത് പറഞ്ഞപ്പോഴാണ് ഓർത്തെ, ഞാൻ സാറിനോട് ചോദിക്കാൻ ഇരിക്കുമായിരുന്നു. സാറിന് എപ്പോഴാണ് എന്നോട് ശരിക്കും ഇഷ്ടം തോന്നിയത്? അതറിയാൻ എനിക്കൊരു ആകാംക്ഷയുണ്ട്. താല്പര്യത്തോടെ അവൾ ചോദിച്ചു. അങ്ങനെയൊന്ന് ചോദിച്ചാൽ എനിക്ക് ഓർമ്മയില്ല ശ്രുതി. അന്ന് താൻ ആശുപത്രി കിടന്നില്ലേ? അന്ന് കുറേ വട്ടം താൻ എന്തൊക്കെയോ ഓർത്ത് ഞെട്ടിപ്പോയിരുന്നു. ഇങ്ങനെ ഞെട്ടി ഉണരും. അത് കണ്ടപ്പോൾ എന്നെ നെഞ്ചിൽ ഒരു പിടച്ചിൽ പോലെ. തൻ്റെ കൈകളിലേക്ക് ഞാൻ കൈകോർത്ത് നെഞ്ചോട് ഇങ്ങനെ ചേർത്ത് പിടിച്ചു. അപ്പോൾ എനിക്ക് തന്നോട് പെട്ടെന്നൊരു ഇഷ്ടം തോന്നി. ഒരു കൊച്ചു കുട്ടിയെ കാണുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു ഇഷ്ടവും വാത്സല്യവും ഒക്കെ തോന്നില്ലേ? അതുപോലെ ഒരിഷ്ടം. പിന്നെ എനിക്ക് തന്നെ ഇങ്ങനെ വെറുതെ നോക്കിയിരിക്കാൻ നല്ല ഇഷ്ടമായിരുന്നു. തൻ്റെ ഓരോ പ്രവൃത്തികളെ, അത് ചെയ്യുന്ന രീതികളെ, പിന്നെ സംസാരിക്കുക വിടരുകയും ചുരുങ്ങുകയും ചെയ്യുന്ന ആ നീളമുള്ള മിഴികളെ, താൻ അരികിലേക്ക് വരുന്നു എന്ന് ഓർമ്മിപ്പിക്കുന്ന പാദസര കിലുക്കത്തെ, പിന്നെ ഒരിക്കലും മാറാത്ത ആ നെറ്റിയിൽ ഇടം പിടിച്ചിരിക്കുന്ന ഭസ്മത്തെ, അതിനൊപ്പമുള്ള കറുത്ത പൊട്ടും കരിപടർന്ന് കിടക്കുന്ന ആ മിഴികളും, അങ്ങനെ തൻ്റേതായിട്ടുള്ള എല്ലാത്തിനോടും ഒരിഷ്ടം. ഓരോ നിമിഷവും കണ്ണടയ്ക്കുമ്പോൾ തൻ്റെ മുഖം മാത്രം മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കും. ഇതെന്തേ ഇങ്ങനെയെന്ന് പലതവണ ഞാൻ എന്നോട് തന്നെ ചോദിച്ചു. പക്ഷേ അതിന് മാത്രം ഒരു ഉത്തരം കിട്ടിയില്ല. പിന്നെ താൻ വേദനിച്ചപ്പോൾ എൻ്റെ നെഞ്ചും വേദനിക്കാൻ തുടങ്ങി. താൻ കരയുമ്പോൾ എൻ്റെ ഉള്ളം നൊന്തു. തൻ്റെ മുഖത്തൊരു ചിരി വിരിയുമ്പോൾ അതിലും സന്തോഷം എനിക്ക് തോന്നി തുടങ്ങി. ഒരാളുടെ വിഷമത്തിൽ നമുക്ക് സഹതാപം തോന്നും. അവരുടെ അവസ്ഥ കാണുമ്പോൾ നമുക്ക് അവരുടെ സങ്കടം അതേപോലെ നമ്മളിലേക്ക് ആവാഹിക്കാൻ കഴിയും. പക്ഷേ ഒരാളുടെ സന്തോഷത്തിൽ നമുക്ക് അവരെക്കാൾ സന്തോഷം തോന്നുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാ. എന്ത്? ആവേശത്തോടെ അവൾ ചോദിച്ചു. അവർ നമുക്ക് സ്പെഷ്യലാണെന്ന്. അവരിൽ നമ്മൾ എന്തോ പ്രത്യേകത കാണുന്നുണ്ട്. ആ പ്രത്യേകതയുടെ കാര്യം ഞാൻ തിരിച്ചറിഞ്ഞു. അത് ചെന്ന് അവസാനിച്ചത് തൻ്റെ കണ്ണുകളിലാണ്. എനിക്ക് തോന്നിയ ഇതേ ഫീലിംഗ് തൻ്റെ കണ്ണുകളിൽ ഞാൻ കണ്ടു. എൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ തൻ്റെ മുഖത്തുണ്ടാകുന്ന ഒരു പിടച്ചിൽ. ഒരു പക്ഷേ മനസ്സും തമ്മിൽ ആ രഹസ്യം പങ്കുവച്ചത് കൊണ്ടായിരിക്കാം നമ്മുടെ പ്രണയം പെട്ടെന്ന് നമ്മളെ തിരിച്ചറിഞ്ഞത്. പിന്നെ പിന്നോട്ട് വലിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തന്നോട് തോന്നിയതൊക്കെ തന്നെ തനിക്ക് തിരിച്ചു എന്നോടുണ്ടെന്നറിഞ്ഞ നിമിഷം എൻ്റെ മനസ്സൊന്ന് ചാഞ്ചാടിയിരുന്നു. എങ്കിലും അത്രയും ഇഷ്ടം തന്നെ തന്നോടുള്ളത് കൊണ്ട് ആ സ്നേഹം തനിക്ക് അപകടമാണെന്ന് തോന്നിയിരുന്നു. സഞ്ജയ് ഒന്ന് നിർത്തി. സാറേ, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയണ്ട. എനിക്ക് എന്നെക്കുറിച്ച് തോന്നിയ നല്ല കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി, അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും പറയണ്ട. ഭൂതകാലത്തിലേക്ക് പോകാൻ തുടങ്ങിയവനെ അവൾ ശാസിച്ചു നിർത്തി. സാറ് കൊള്ളാലോ, സാറിപ്പോൾ അത്യാവശ്യം നല്ല റൊമാൻറ്റിക് ആണല്ലോ. ഇത്രയും കാര്യങ്ങളൊക്കെ സാറ് ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞപ്പോൾ എനിക്കാണ് അത്ഭുതം തോന്നുന്നത്. ചിരിയോടെ അവൾ പറഞ്ഞപ്പോൾ വീണ്ടും അവൻ്റെ പതിഞ്ഞ ചിരി അവൾക്ക് കേൾക്കാമായിരുന്നു. ഫോർമലാവുന്നത് ഞാനാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ഫോർമലാവുന്നത് താനാണ്. ചെറുചിരിയോടെ അവൻ പറഞ്ഞു. ഞാനോ? ഞാനെന്ത് ഫോർമലായത്? അവൾ മനസ്സിലാവാതെ അവനോട് ചോദിച്ചു. താനല്ലേ വീണ്ടും ഒരകലം കൊണ്ടുവരുന്നത്? എന്ത്? താനിങ്ങനെ വീണ്ടും എന്നെ സാറേ എന്ന് വിളിക്കുമ്പോൾ എനിക്കെൻ്റെ PA ആണെന്ന് തന്നെയല്ലേ തോന്നുന്നത്?
അവൾ ചോദിച്ച അതേ ടോണിൽ തന്നെ അവൻ ചോദിച്ചപ്പോൾ അറിയാതെ ഒരു പുഞ്ചിരി അവളിന് നാമ്പിട്ടു. ഞാനെങ്ങനെയാ പെട്ടെന്ന് ആ വിളി മാറ്റുന്നത്? മാത്രമല്ല ഇത് തന്നെ വിളിക്കുന്നതാണ് സേഫ്. ഓഫീസിലേക്ക് ഇരിക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ മാറ്റി വിളിച്ചാൽ അതിൻ്റെ നാണക്കേട് സാറിന് തന്നെയാണ്. പിന്നെ ഞാൻ സാറേ എന്ന് വിളിക്കുന്നത് എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന എല്ലാ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി തന്നെയാണ്. എങ്കിലും തന്നിൽ നിന്നും ഇനി വേറെ ഏതെങ്കിലും ഒരു രീതിയിൽ വിളിക്കുന്നത് കേൾക്കാൻ എനിക്കൊരു കൊതിയുണ്ടായിരുന്നു. പെട്ടെന്ന് അവനൊരു കാമുകനായി. അവൻ്റെ ആ ഭാവമാറ്റം ശ്രുതിയെപ്പോലും അമ്പരപ്പിച്ച് കളഞ്ഞിരുന്നു. അവനൊരു കള്ളക്കാമുകനുണ്ടെന്ന് അവൾ പോലും തിരിച്ചറിഞ്ഞത് ആ നിമിഷമായിരുന്നു. എന്തെങ്കിലും വിളിച്ചാൽ മതിയോ? അവൾ ചോദിച്ചപ്പോൾ അവൻ അതേ അർത്ഥത്തിലൊന്ന് മൂളിയിരുന്നു. എങ്കിൽ 2 ചീത്ത വിളിക്കട്ടെ? കുസൃതിയോടെ അവൾ ചോദിച്ചപ്പോൾ അവൻ അറിയാതെ പൊട്ടിച്ചിരിച്ചു പോയി. ആദ്യം കണ്ട ദിവസം തന്നെ കണക്കിന് തന്നായിരുന്നല്ലോ. അവൻ പറഞ്ഞപ്പോൾ ആദ്യത്തെ കൂടിക്കാഴ്ചയിലേക്ക് അവളുടെ മനസ്സൊന്ന് യാത്ര പോയിരുന്നു. അപ്പോൾ എന്ത് സാറിന് തോന്നിയത്? അപ്പോൾ തോന്നിയത് പറഞ്ഞ ഇപ്പോൾ നമ്മൾ തമ്മിലുള്ള ബന്ധം ഇതോടെ അവസാനിക്കും. ചിരിയോടെ അവൻ പറഞ്ഞപ്പോൾ അവളും ചിരിച്ചുപോയി. അമ്പട കള്ള, കാമുകന് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയാലേ. ഈ പ്രേമം ഇങ്ങനെ ഫോണിൽ കൂടെ മുൻപോട്ട് കൊണ്ടുപോവാനാണോ താല്പര്യം? അവളുടെ ആ ചോദ്യം കേട്ടപ്പോൾ പെട്ടെന്ന് അവൻ്റെ മുഖത്ത് ഒരു ഗൗരവം വന്നു. അല്ല, എത്രയും പെട്ടെന്ന് തന്നെ സ്വന്തമാക്കണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ അവനൊന്ന് നിർത്തി. അവൻ ഭയക്കുന്നത് എന്താണെന്ന് അവൾക്ക് വ്യക്തമായി അറിയാമായിരുന്നു. ഞാൻ വെറുതെ ചോദിച്ചതാ. സാറിന് ഭൂതകാലത്തിലേക്കൊന്നും പോകണ്ട. നമുക്ക് കുറച്ചു കാലം ഇങ്ങനെ ഒന്ന് പ്രേമിച്ച് നടക്കാം. കോളേജിലൊക്കെ പോയ സമയത്ത് പഠനത്തിൽ മാത്രമായിരുന്നു ശ്രദ്ധ. അതുകൊണ്ട് എനിക്കും പ്രേമിക്കാനൊന്നും പറ്റിയില്ല. സാറിനും അതിനുള്ള അവസരമൊന്നും കിട്ടിയില്ലല്ലോ. നമുക്ക് ആദ്യം ഈ പ്രണയം നന്നായിട്ടൊന്ന് ആസ്വദിക്കാം. അത് കഴിഞ്ഞ് വിവാഹത്തിലേക്ക് കടക്കാം, അവൾ പറഞ്ഞു. താനൊന്ന് പോയേ ശ്രുതി. എനിക്ക് പ്രായം എത്രയാണെന്ന് അറിയുമോ? അങ്ങനെ പ്രേമിച്ചു നടക്കാൻ മാത്രമുള്ള പ്രായമൊന്നുമല്ല എനിക്ക്. ഇനിയും കുറച്ചു കാലം പ്രേമിച്ചൊക്കെ നടന്നിട്ട് താൻ തിരിച്ചു വരുമ്പോഴേക്കും ഞാൻ ജരാനരകളൊക്കെ ബാധിച്ച ഒരു വൃദ്ധനായിട്ടുണ്ടാവും. അപ്പം തനിക്ക് ചിലപ്പോൾ എന്നെ ഇഷ്ടമാകില്ല. ഒരു തമാശയോടെയാണ് അവനത് പറഞ്ഞതെങ്കിലും അവളുടെ ഹൃദയത്തിലാണത് കൊണ്ടത്. ആ ഹൃദയം പെട്ടെന്ന് വേദനിച്ചു. അങ്ങനെയാണോ തോന്നിയത്? അവൾ പെട്ടെന്ന് ആർദ്രമായി ചോദിച്ചപ്പോൾ അവൻ എന്തു മറുപടി പറയണമെന്നറിയാതെ ഉഴറി. സാർ എങ്ങനെയായിരുന്നാലും എനിക്കിഷ്ടമാണ്. ഞാൻ ആ മുഖത്തെയോ സൗന്ദര്യത്തെയോ സമ്പത്തിനെയോ ഒന്നുമല്ല സ്നേഹിച്ചത്. ഏതൊരു വിഷമഘട്ടത്തിലും എന്നെ ചേർത്ത് പിടിച്ചു നിർത്തിയ ആ മനസ്സിനെയാണ്. എനിക്ക് കാവലായ ആ ഹൃദയത്തെയാണ്. അവളുടെ ആ മറുപടിയിൽ അവൻ്റെ മനസ്സ് നിറഞ്ഞിരുന്നു. അതിൻ്റെ പ്രതിഫലനമായി ഒരു പുഞ്ചിരി അവൻ്റെ ചുണ്ടിൽ നാമ്പിട്ടു. താൻ എന്താടോ എൻ്റെ ജീവിതത്തിലേക്ക് വരാൻ ഇത്രയും വൈകിയത്? ഒരുപാട് പരിഭവം നിറച്ചൊരു ചോദ്യം. പക്ഷെ ആ ചോദ്യത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആത്മാർത്ഥത അവൾക്ക് ആ മറുപടിയിൽ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. ഇത്തിരി വൈകിയാണെങ്കിലും ഞാൻ വന്നില്ലേ? ആർദ്രമായി അവൾ ചോദിച്ചു. മതി മതി, ഇനി സംസാരിച്ചുകൊണ്ടിരുന്ന ഞാൻ കുറച്ച് പൈങ്കിളിയാവും. എൻ്റെ മോള് പോയി കിടന്നുറങ്ങാൻ നോക്ക്. നാളെ ഓഫീസിൽ വരുമ്പോൾ കാണാം. അവൻ തന്നെയാണ് ആ സംഭാഷണം അവസാനിപ്പിച്ചത്. അന്ന് രാത്രിയിൽ മുഴുവൻ അവനെ ആദ്യമായി കണ്ടത് മുതലുള്ള നിമിഷങ്ങളായിരുന്നു അവളിലും നിറഞ്ഞു നിന്നത്. ആദ്യമായി കണ്ടപ്പോൾ അവനോട് തോന്നിയ പരിഭവവും പിന്നെ അടുത്തപ്പോൾ ഗൗരവക്കാരനായ അവനോട് തോന്നിയ ഭയവും ഒക്കെ അവൾ വേർതിരിച്ചോർത്തു. പിന്നെ എപ്പോഴാ അവൻ ഹൃദയത്തിലേക്ക് കയറിയത്? പിറ്റേന്ന് രാവിലെ അമ്പലത്തിൽ പോയി ഒന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഓഫീസിലേക്ക് പോയത്. ഓഫീസിലെത്തിയപ്പോൾ ആള് നല്ല കലിപ്പിൽ വിനയ് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടുകൊണ്ടാണ് താനും അവിടേക്ക് ചെല്ലുന്നത്. തന്നെ കണ്ടതും ദേഷ്യം ഒരൽപ്പം കുറഞ്ഞുവെന്ന് അവൾക്ക് തോന്നി. എങ്കിലും നല്ല ഗൗരവത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. വിനയ്ക്ക് ചെയ്യാനുള്ള ജോലി ഏൽപ്പിച്ചതിനു ശേഷം തന്നെ ഒന്ന് ഗൗനിക്കുക പോലും ചെയ്യാതെ നേരെ ക്യാബിനിലേക്ക് കയറി പോകുന്നത് കണ്ടപ്പോൾ അല്പം വിഷമം തോന്നിയെങ്കിലും അത്ഭുതമൊന്നും തോന്നിയില്ല. പുള്ളിയുടെ ക്യാരക്ടർ ഇതാണെന്ന് ഇതിനു മുൻപ് തന്നെ മനസ്സിലായിട്ടുണ്ടല്ലോ. തൻ്റെ ക്യാബിനിൽ കയറി ബാഗ് വെച്ചതിനു ശേഷം നന്നായി ഒന്ന് ദീർഘശ്വാസം വലിച്ചാണ് ആളുടെ ക്യാബിനിലേക്ക് ചെന്നത്. മേ ഐ കമിൻ സർ? ഡോറിൽ തട്ടി ചോദിച്ചപ്പോൾ തന്നെ നെറ്റിക്ക് കയ്യും കൊടുത്തിരിക്കുന്ന ആളെയാണ് കണ്ടത്. തല ഉയർത്തി നോക്കിയതിനു ശേഷം വരാൻ ആംഗ്യം കാണിച്ചു. അകത്തേക്ക് കയറിയതും ആള് വീണ്ടും അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. എന്തു പറ്റി സർ? മടിച്ചാണ് ചോദിച്ചത്. അപ്പോഴേക്കും മുഖത്ത് നോക്കിയിരുന്നു. ഒന്നുമില്ല, ഏൽപ്പിച്ചൊരു കാര്യം വിനയ സമയത്ത് ചെയ്തില്ല. അതുകൊണ്ട് കമ്പനിയിൽ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ വളരെ വലുതാണ്. അത് മനസ്സിലാക്കി കൊടുത്തതാണ്. അല്ലെങ്കിലും ഒറ്റ ഒരെണ്ണത്തിന് ആത്മാർത്ഥത ഇല്ലല്ലോ, ദേഷ്യത്തോടെ പറഞ്ഞവൻ. അങ്ങനെ അടച്ചാക്ഷേപിക്കല്ലേ സർ. എല്ലാവരും അങ്ങനെയാണെന്നുണ്ടോ? ഉദാഹരണത്തിന് ഞാൻ തന്നെ. എനിക്ക് ആത്മാർത്ഥത ഇല്ലെന്ന് പറയാൻ പറ്റുമോ? അല്പം കൊഞ്ചി അവൾ ചോദിച്ചപ്പോൾ രൂക്ഷമായി അവനൊന്ന് നോക്കി. ശ്രുതി, ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഓഫീസിലെ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൂട്ടിക്കുഴക്കരുതെന്ന്. തനിക്ക് കൊഞ്ചിക്കൊഴിയാനുള്ള സ്ഥലമല്ല ഈ ഓഫീസ്. അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ അവൾക്ക് നേരിയ വിഷമം തോന്നിയെങ്കിലും അവൻ പെട്ടെന്ന് ദേഷ്യം വരുന്ന പ്രകൃതക്കാരനാണെന്ന് അറിയാവുന്നത് കൊണ്ട് അവൾ അതും കാര്യമാക്കിയെടുത്തില്ല.
പ്രത്യേകിച്ചിപ്പോൾ അവൻ്റെ മൂഡ് ശരിയല്ലെന്ന് വിയർക്കുന്ന കൈകൾ നോക്കുമ്പോൾ തന്നെ അറിയാം. ദേഷ്യം വരുമ്പോൾ ആളങ്ങനെയാണ്, കൈവെള്ള പോലും വിയർത്തു തുടങ്ങും. ഞാൻ അമ്പലത്തിൽ പോയിട്ട് വന്നതാ. ഞാൻ ചോദിച്ചില്ലല്ലോ. അവൾ കയ്യിൽ കരുതിയിരുന്ന ഇലയിൽ നിന്നും അല്പം ചന്ദനം എടുത്തു. അതിനുശേഷം അവൻ്റെ നെറ്റിക്ക് നേരെ അടുപ്പിച്ച് ചെന്നപ്പോൾ തന്നെ അവൻ അവളുടെ കൈകൾ പിടിച്ച് തടഞ്ഞു. ഞാനിതൊന്നും ഉപയോഗിക്കില്ലെന്ന് ഒരു തവണ തന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ. അമ്പലത്തിനും പോകാറില്ല. ഇത്തരം കാര്യങ്ങളൊന്നും എനിക്ക് യാതൊരു വിശ്വാസവുമില്ല. പുതിയ കാര്യങ്ങളൊന്നും തുടങ്ങാൻ എനിക്ക് താല്പര്യമില്ല. പുതിയ ഒരുപാട് കാര്യങ്ങൾ തുടങ്ങിയില്ലേ, കൂട്ടത്തിൽ ഇതും കൂടെ ആയിക്കൂടെ? വീണ്ടും അവൾ കുസൃതിയോട് ചോദിച്ചു. കൂർപ്പിച്ച് തന്നെ അവൻ അവളെ നോക്കി. ആ നോട്ടത്തിലുണ്ടായിരുന്നു അവൾക്കുള്ള മറുപടി. ഈ ദേഷ്യമൊന്ന് കുറക്കാൻ ഈ ചന്ദനത്തിന് തണുപ്പിന് പറ്റും മാഷേ. ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. അവൻ മിണ്ടാതെ ദേഷ്യത്തോടെ തന്നെ അവളെ നോക്കി. ഒന്ന് കേൾക്കെൻ്റെ സഞ്ജുവേട്ടാ. ആ നിമിഷം അവൻ മുഖം ഉയർത്തി അവളെ നോക്കി. ഒപ്പം അവൻ പോലും അറിയാതെ ഒരു പുഞ്ചിരിയും ചൊടിയിൽ ഇടം പിടിച്ചിരുന്നു. അവളെ തന്നെ സൂക്ഷിച്ചു നോക്കി അത്ഭുതത്തോടെ ഇരിക്കുന്നവനെ നോക്കാൻ അവൾക്കും ചെറിയ ചമ്മല് തോന്നി. വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ പോവുക. കൂടുതൽ അവനെ അഭിമുഖീകരിക്കാൻ സാധിക്കാതെ അവൾ തിരിഞ്ഞു നടന്നപ്പോൾ അവൻ അവളുടെ കൈകളിൽ പിടുത്തം വിട്ടിരുന്നു. എന്താ വിളിച്ചേ? ഗൗരവമൊക്കെ മാറി വളരെ ആർദ്രമായി പ്രണയത്തോടെ അവൻ ചോദിച്ചു. വേണ്ട, ഞാൻ കൊഞ്ചിക്കുഴയൊന്നല്ലേ പറഞ്ഞത്. ഇനിയിപ്പോൾ ഓഫീസിൽ വെച്ച് ഞാനൊന്നും പറയുന്നില്ല. തിരികെ പോകാൻ തുടങ്ങുന്നവളെ ഒന്നുകൂടെ അവൻ കൈകളിൽ മുറുകെ പിടിച്ചു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. വിളിച്ചതെന്താണെന്ന് ചോദിച്ചത്? ഇത് തൊട്ടാൽ വിളിക്കാം. കുസൃതിയോടെ അവൾ പറഞ്ഞപ്പോൾ അവൻ മുഖം അവൾക്ക് നേരെ താഴ്ത്തി കൊടുത്തു. അവൾ തൻ്റെ വിരൽ കൊണ്ട് ആ ചന്ദനം അവൻ്റെ നെറ്റിയിലേക്ക് പകർത്തി. അവൾ പറഞ്ഞതുപോലെ ആ ചന്ദനത്തിൻ്റെ തണുപ്പിൽ അവൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്ന ദേഷ്യത്തിന് ഒരൽപ്പം കുറവ് വരുന്നത് പോലെ അവനും തോന്നി. ഇനി വിളിക്ക്. അവനൊരു കാമുകനായി. അങ്ങനെ ഞാൻ വിളിക്കുമ്പോൾ ഓഫീസിലിരുന്ന് കൊഞ്ചിക്കൊഴിഞ്ഞ പോലെ ആവില്ലേ? വീണ്ടും അവനെ ദേഷ്യം പിടിപ്പിക്കാനായി അവളുടെ മറുപടി എത്തി. ശരി, ഓഫീസിൽ വെച്ച് വിളിക്കേണ്ട. ഓഫീസ് കഴിഞ്ഞ് തിരികെ പോവാലോ, അപ്പം വിളിച്ചാൽ മതി. ആയിക്കോട്ടെ, സാറിൻ്റെ ദേഷ്യം കുറച്ച് കുറഞ്ഞില്ലേ? അവൾ ചോദിച്ചപ്പോൾ അവൻ അതേന്ന് തലയാട്ടി. അതുപോട്ടെ, അമ്പലത്തിൽ പോയതുകൊണ്ടാണോ ഇത്രയും താമസിച്ചത്? ആ ദേഷ്യവും എനിക്കുണ്ടായിരുന്നു. തന്നെ കാണാത്തതിൻ്റെ അതും കൂടിയാണ് വിനയോട് തീർത്തത്. ആർദ്രമായി അവൻ പറഞ്ഞു. സർ, ഓഫീസ് കാര്യം മാത്രമേ ഇവിടെ വെച്ച് സംസാരിക്കാവൂ. നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല കേട്ടോ. അവൾ വിടാൻ ഭാവമില്ല. ദേഷ്യത്തോടെ അവൻ നോക്കി. ബാംഗ്ലൂരിലെ കമ്പനിക്ക് വേണ്ടിയുള്ള മെയിൽ വേഗം അയക്കാൻ നോക്ക്. എന്നിട്ട് അതിൻ്റെ PDF എൻ്റെ മെയിൽ ID അയക്ക്. ദേഷ്യത്തോടെ പറഞ്ഞവൻ തൻ്റെ ജോലി ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അത് കണ്ട് അവൾക്ക് ചിരി വന്നിരുന്നു. അത് അടക്കി അവൾ നടന്നു. അത് കാണെ ഒരു ചിരിയോടെ സഞ്ജയും. ലഞ്ച് ടൈം ആയപ്പോഴാണ് പിന്നെ ശ്രുതിയും സഞ്ജയും പരസ്പരം കാണുന്നത്. ഇപ്പോൾ ഓഫീസ് ടൈമല്ല, ഫ്രീ ടൈമാണ്. ഇനി വിളിക്ക്. കുസൃതിയോടെ അവൻ പറഞ്ഞപ്പോൾ അവൾ അറിയാതെ അവനെ തന്നെ സൂക്ഷിച്ചു നോക്കിയിരുന്നു. അതിതുവരെ വിട്ടില്ലേ? അവൾ ചമ്മലോടെ ചോദിച്ചു. അതങ്ങനെ വിടാൻ പറ്റുമോ? വേഗം വിളിക്ക്. അവൻ പറഞ്ഞതും അവളിൽ നാണം മലയടിച്ചു. അതപ്പോ അങ്ങനെ വന്നു പോയതാ. ഇനി എപ്പോഴെങ്കിലും വരും, അന്നേരം വിളിക്കാം. താൻ കുറേ നേരമായിട്ട് പറ്റിക്കുകയാണ് കേട്ടോ. കഷ്ടമുണ്ട്, ഒരു കൊതി കൊണ്ടല്ലേ. തൻ്റെ മുമ്പിൽ നിന്ന് യാചിക്കുന്നവനെ കണ്ട് അവൾ അമ്പരപ്പെട്ടു പോയിരുന്നു. അവനിൽ നിന്നും അങ്ങനെ ഒരു ഭാവം അവൾ ആദ്യമായാണ് കാണുന്നത്. ഒരുപാട് സമയമായി എനിക്ക് വിശക്കുന്നു, ശ്രുതി പറഞ്ഞു. എനിക്ക് വിശക്കുന്നുണ്ട്. ഞാനിന്ന് പുറത്തുനിന്നൊന്നും കഴിക്കുന്നില്ല. തൻ്റെ കൂടെയാണ് ഫുഡ് കഴിക്കുന്നത്. എൻ്റെ കൂടെയോ? ഞെട്ടലോടെ അവൾ ചോദിച്ചു. അതെ. ആരെങ്കിലും കണ്ട പിന്നെ അത് മതി. ആരും കാണുന്നില്ല. നമ്മൾ രണ്ടുപേരും കൂടെ ഇപ്പോൾ പുറത്തേക്ക് പോകും. കുറച്ച് സമയം കഴിയുമ്പോൾ തിരിച്ചു വരും. ലഞ്ച് ടൈം തീരുന്നതിന് മുൻപ്. താൻ വേഗം പോയി തൻ്റെ ഫുഡ് എടുത്തോണ്ട് വാ. മടിയോടെയാണെങ്കിലും അവൾ ബാഗ് എടുത്തോണ്ട് വന്നിരുന്നു. അപ്പോഴേക്കും അവൻ ക്യാബിൻ പുറത്തേക്ക് വന്നു. രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് യാത്ര തുടങ്ങിയത്. ബാക്ക് സീറ്റിൽ കയറാൻ തുടങ്ങിയ ശ്രുതിയെ അവൻ നിർബന്ധിച്ച് ഫ്രണ്ട് സീറ്റിൽ തന്നെ ഇരുത്തി. സ്റ്റീരിയോയിൽ നിന്നും കേട്ട ഗാനം ഒരു കള്ളച്ചിരി അവന് നൽകി. അവളുടെ മുഖത്തേക്ക് ആർദ്രമായി നോക്കി അവൻ. ഇടയ്ക്ക് അവളുടെ കൈകളിൽ തൻ്റെ കൈകൾ കോർത്തു പിടിക്കുകയും ചെയ്തിരുന്നു. അവനിൽ നിന്നും ഇങ്ങനെയുള്ളൊരു ഭാവം അവൾ ഒട്ടും പ്രതീക്ഷിച്ചതേയില്ല. അതുകൊണ്ട് തന്നെ അവളിൽ ചെറിയൊരു അമ്പരപ്പ് നിറഞ്ഞിരുന്നു. എങ്കിലും ആ സാന്നിധ്യം അത്രമേൽ പ്രിയപ്പെട്ടതായതുകൊണ്ട് അവളുടെ വിരലുകളും അവൻ്റെ കയ്യിൽ മുറുകിയിരുന്നു. ഒരു വയറോരത്താണ് അവൻ വണ്ടി നിർത്തിയത്. നമുക്ക് ദേ അവിടെ പോയിരുന്ന് കഴിക്കാം. അധികം ആളുകളൊന്നും ശ്രദ്ധിക്കാത്ത ഒരു തണൽ മരത്തിൻ്റെ കീഴിലേക്ക് നോക്കി അവൻ പറഞ്ഞു. അവൾ സമ്മതപൂർവ്വം തലയാട്ടി. രണ്ടുപേരും അവിടേക്ക് നടന്നു. ആ സമയത്തും കൈകൾ പരസ്പരം കോർത്തു പിടിച്ചിട്ടുണ്ടായിരുന്നു. ഒരിക്കലും പിരിയില്ല എന്നതുപോലെ.